ഒറ്റ ഇൻസിഡൻറ്റ് ഒരു ദിവസം പറയുന്ന കഥ എന്നിങ്ങനെ മലയാളത്തിൽ ഈ പാറ്റേണിൽ നിരവധി സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അതിൽ തന്നെ കുടുംബ ബന്ധങ്ങളിലെ അസ്വാരസ്യങ്ങൾ ഒന്നെടുത്ത് ഡെവലപ്പ് ചെയ്യുന്ന രീതിക്ക് ഒരു വ്യത്യസ്തതയുണ്ടാകും. കാണുന്ന പ്രേക്ഷകന് കൂടി റിലേറ്റ് ചെയ്യാവുന്ന സംഭവങ്ങളാണെങ്കിൽ കണ്ടിരിക്കാൻ രസമുണ്ടാകും. അതുമല്ലെങ്കിൽ പറയുന്ന കഥ സംഭവിച്ചതാണെന്ന് അറിഞ്ഞു കാണുമ്പോൾ ഉണ്ടാകുന്ന ഞെട്ടലിൽ സിനിമ നന്നായി ആസ്വദിക്കാനുമാകും. അങ്ങനെ ഒന്നാണ് ബിജു മേനോനും സുരാജ് വെഞ്ഞാറമൂടും പ്രധാന വേഷത്തിലെത്തിയ നടന്ന സംഭവം. ഇന്ന് സംസാരിക്കാനുള്ളത് ഈ വിഷ്ണുനാരായണൻ ചിത്രത്തെക്കുറിച്ചാണ്. അജിത്തിൻ്റെയും ഭാര്യ ധന്യയുടെയും അയൽക്കാരനായി ഉണ്ണിയും കുടുംബവും എത്തുന്നതോടെ അവർ താമസിക്കുന്ന വില്ല കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന തമാശകളും പ്രതിസന്ധികളുമാണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാവരുമായും പെട്ടെന്നിണങ്ങുന്ന ഉണ്ണിയും കുറച്ച് ഗൗരവക്കാരനായ അജിത്തും ആദ്യമേ അത്ര രസത്തിലല്ല. അതിന് കാരണവുമുണ്ട്. കഥ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ഇരുവരും കൂടുതൽ ശത്രുക്കളാകുന്ന മറ്റൊരു പ്രശ്നം ഉണ്ടാകുന്നതാണ് സിനിമ പറയുന്നത്. കലി, ജിന്ന് തുടങ്ങിയ ചിത്രങ്ങൾക്ക് തിരക്കഥയൊരുക്കിയ രാജേഷ് ഗോപിനാഥനാണ് ചിത്രത്തിൻ്റെ തിരക്കഥ. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ത്രെഡ് കണ്ടെത്തി അതിനു ചുറ്റും ഒരു കഥയുണ്ടാക്കുകയാണ് തിരക്കഥാകൃത്ത് നടത്തിയത്. കൂടുതൽ ലെയറുകൾ നൽകി ഒട്ടും കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടില്ല എന്ന് ചുരുക്കം. ഒരു ഹൗസിംഗ് കോളനിയിൽ കഥയും കഥാപാത്രങ്ങളെയും കൊണ്ടുവച്ച് 2 മണിക്കൂർ കൊണ്ട് കാര്യം പറഞ്ഞു പോകുവാനാണ് വിഷ്ണുനാരായണൻ ഇപ്രാവശ്യവും തുനിഞ്ഞത്. ആദ്യ ചിത്രം മറഡോണയിൽ ഫ്ലാറ്റ് വെച്ചാണ് വിഷ്ണു കഥ പറഞ്ഞത്. കാര്യം നേരെ പറഞ്ഞ് എന്താണ് സംഭവിക്കുക എന്നതിന് ഒരു ക്യൂരിയോസിറ്റിയും നൽകാത്ത തരത്തിൽ തന്നെയാണ് കഥ പറഞ്ഞു പോയിരിക്കുന്നത്. 90കളിലെ കുടുംബ ചിത്രങ്ങളിൽ എത്രയോ തവണ പിന്നെയും പിന്നെയും പറഞ്ഞ സംശയരോഗത്തിൻ്റെ ലെയർ തന്നെയാണ് പുറന്തോടെങ്കിലും അതിനകത്ത് ഗൗരവമുള്ളതിനെ കാലത്തിനനുസരിച്ച് പറയാനും ചേർക്കാനും എഴുത്തുകാരനായ രാജേഷ് ശ്രമം നടത്തിയിട്ടുണ്ട്. അതായത് സിനിമ വെറുതെ കണ്ടിറങ്ങുന്നവർക്ക് ഒരു തമാശപ്പെടമെന്ന അർത്ഥത്തിൽ മാത്രം കാണാമെങ്കിൽ കഥയ്ക്കുള്ളിലേക്ക് ഇറങ്ങിയാൽ സീരിയസ് ആയ ഒന്നിനെ കാണാനാകും. കഥാപാത്രങ്ങൾ പറയാതെ പറയുന്ന പല കാര്യങ്ങളും അവരുടെ നോട്ടം കൊണ്ടും പെരുമാറ്റം കൊണ്ടും സംവിധായകനും എഴുത്തുകാരനും വരച്ചിടുന്നുണ്ട്. അതുകൂടി മനസ്സിലാക്കി സിനിമ കണ്ടാൽ, അല്ലെങ്കിൽ കണ്ടിറങ്ങിയ ശേഷം സിനിമ ഒന്നുകൂടി മനസ്സിൽ കണ്ടാൽ മറ്റൊരു സിനിമയായി തോന്നുകയും ചെയ്യും. ഗൗരവമുള്ള ഒരു വിഷയം തമാശയുടെ ട്രാക്കിലൂടെ കൊണ്ടുപോകുക എന്നത് തിരക്കഥാകൃത്തിനെ സംബന്ധിച്ച് ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കഥയുടെ പ്രധാന കോറായി വെച്ചിരിക്കുന്നതിൻ്റെ ഗൗരവം ചോരാതെ പറയാനും ശ്രമിക്കണം. അതിൽ രാജേഷും വിഷ്ണുവും വിജയിച്ചിട്ടുണ്ട്. എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പ്രേക്ഷകനുമായി കൺവേ ചെയ്യാൻ ഇരുവർക്കും ആവുന്നുണ്ട്. അതിനവരെ സഹായിച്ചത് സുരാജും ബിജു മേനോനും എന്ന പയറ്റിത്തെളിഞ്ഞ അഭിനേതാക്കൾ തന്നെയാണ്. കൂടെ അഭിനയിക്കുന്ന പുതുമുഖങ്ങളെ വരെ അമ്പരപ്പിക്കുന്ന തരത്തിലാണ് അവർ കഥാപാത്രത്തിനുള്ളിൽ സേഫായി നിൽക്കുന്നത്. കാരണം പലതും രാജേഷ് എഴുതി വച്ചിട്ടില്ല. സുരാജിൻ്റെയും ലിജോ മോളുടെയും മുഖത്തു നിന്നാണ് അത് കഥയായും അവർക്ക് പറയാനുള്ളതുമായും മാറുന്നത്. അതായത് വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങിനാണ് സംവിധായകൻ ശ്രമം നടത്തിയിരിക്കുന്നത്. ബിജു മേനോൻ സുരാജ് വെഞ്ഞാറമൂട് കോമ്പിനേഷൻ തന്നെയാണ് ചിത്രത്തിൻ്റെ ഹൈലൈറ്റ്. കൂട്ടത്തിൽ സുരാജ് അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രം അദ്ദേഹം അടുത്തിടെ ചെയ്ത മറ്റു കഥാപാത്രങ്ങളിൽ നിന്നെല്ലാം കുറച്ചുകൂടി വ്യത്യസ്തമാണ്. ലിജോ മോൾ ജോസ് എന്ന അഭിനേതാവിനെ മലയാളം ഇപ്പോഴും വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെന്ന് ഈ ചിത്രം കണ്ടാൽ എന്തായാലും മനസ്സിലാവും. ഇവരെ കൂടാതെ സുധി കോപ്പയുടെ മഞ്ഞപത്രക്കാരൻ, ജോണി ആന്റണിയുടെ SI, ലാലു അലക്സിന്റെ CI തുടങ്ങിയവരും ശ്രദ്ധ നേടുന്നുണ്ട്. ചിത്രത്തിന്റെ നെഗറ്റീവ് സൈഡിലേക്ക് വന്നാൽ നടന്ന സംഭവമൊക്കെ ആണെന്ന് പറഞ്ഞ് കഥ പറഞ്ഞാലും സംവിധായകനും എഴുത്തുകാരനും വിചാരിച്ച ഒരു കിക്ക് പ്രേക്ഷകന് കിട്ടുമോ എന്ന് സംശയമാണ്. അയലത്തെ വീട്ടിലെ പ്രശ്നം നമുക്ക് തമാശയാണെന്ന ലോജിക് തന്നെയാണ് സിനിമയിലും പ്രവർത്തിക്കുന്നതെങ്കിലും അതിൻ്റെ ഗൗരവം രാജേഷിൻ്റെ തിരക്കഥയിൽ ഉണ്ടായിട്ടില്ല. കാരണം എന്താണ് സംഭവിക്കുക എന്നതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയും ചിത്രം നൽകുന്നില്ലെന്ന് മാത്രമല്ല, പ്രതീക്ഷിച്ചത് അതുപോലെ തന്നെ നടക്കുന്നുമുണ്ട്. സിനിമയിൽ നിന്ന് പുറത്തു പോകാനുള്ള ഒരു പ്രധാന കാരണം കൂടിയാണത്. മറ്റൊന്ന് അസ്ഥാനത്തുള്ള കോമഡിയാണ്. കഥാപാത്രങ്ങൾ സീരിയസ് ആയി ഡയലോഗ് പറയുമ്പോൾ ഒരാൾ ഒട്ടും ദഹിക്കാത്ത കാര്യം പറഞ്ഞ് ചിരിപ്പിക്കുക എന്നത് ആ പറയുന്ന കാര്യത്തിൻ്റെ ഗൗരവവും ആ സീനിന് തന്നെ താഴെ ഇടുന്നതുമാണ്. അങ്ങനെയുള്ള 1-2 സീനുകൾ ചിത്രത്തിൽ പ്രധാനമായും കല്ലുകടിയാവുന്നുണ്ട്. മറ്റൊന്ന് ചിത്രത്തിൻ്റെ കളറും ഫ്രെയിമുകളുമാണ്. പലതും മിനി സ്ക്രീനിൻ്റെ സ്വഭാവം കാണിക്കുന്നതായി തോന്നി. മറ്റൊരു പോസിറ്റീവ് പറയാനുണ്ട്. അത് അങ്കിത് മേനോൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റാണ്. ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറായി നൽകിയിരിക്കുന്ന ശബ്ദം സിനിമയിലേക്ക് പ്രേക്ഷകനെ ചേർത്തിരുത്തുന്നതാണ്. ചിത്രം കണ്ടവർക്ക് മനസ്സിലാവും ആ ശബ്ദം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്. അതുപോലെ പാട്ടിന് പ്രാധാന്യമില്ലാത്ത കഥയായിട്ട് കൂടി ചിത്രത്തിലെ പാട്ടുകൾ കേട്ടിരിക്കാൻ രസമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ക്രെഡിറ്റ് ലിസ്റ്റ് കാണിക്കുമ്പോഴുള്ള പാട്ടും ഗംഭീരമായിരുന്നു. കാലം എത്ര മാറിയാലും മനുഷ്യരുടെ മാറാത്ത ചില മനോഭാവങ്ങളുണ്ട്. സിനിമകളടങ്ങുന്ന കലാരൂപങ്ങളാണ് ഇതിലേക്ക് ടോർച്ചടിച്ച് കാണിക്കുന്നത്. അങ്ങനെയുള്ള ചെറിയ ശ്രമം നടത്തുകയാണ് നടന്ന സംഭവം. പേര് പോലെ തന്നെ കൗതുകം പകരുന്ന കാഴ്ചാനുഭവം സമ്മാനിക്കാൻ ചിത്രത്തിനാവുന്നില്ലെങ്കിലും പലതവണ കേട്ട കഥയുടെ പുതിയ വേഷം എന്ന തരത്തിൽ നടന്ന സംഭവം വേണമെങ്കിൽ ഒരു തവണ കാണാവുന്നതാണ്. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. സിനിമ കണ്ടവർ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തും.